കർത്താവിന്റെ കരബലം പൂർണ്ണമായി വീഴും അടയാളങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വീഴും അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വീഴും അടയാളങ്ങൾ സംഭവിക്കട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. മോശയുടെ കരങ്ങളാൽ വെളിപ്പെട്ട അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഉന്നത ശക്തിയാൽ ചെങ്കടൽ പിളർക്കപ്പെട്ട അടയാളങ്ങൾ സംഭവിക്കട്ടെ. മോശയുടെ കരങ്ങളാൽ വെളിപ്പെട്ട അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഉന്നത ശക്തിയാൽ ചെങ്കടൽ പിളർക്കപ്പെട്ട അടയാളങ്ങൾ സംഭവിക്കട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. തിരുസഭയുണരട്ടെ. ദൈവജനം ഉണർന്നിടട്ടെ. തിരുസഭയുണരട്ടെ. ദൈവജനം ഉണർന്നിടട്ടെ. സത്യവിശ്വാസമാർഗത്തിനായിരങ്ങൾ കൂട്ടായി ചേർന്നിടട്ടെ. സത്യവിശ്വാസമാർഗത്തിനായിരങ്ങൾ കൂട്ടായി ചേർന്നിടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരിക്കാം. അപ്പൊ നമ്മൾ കണ്ടു തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്നതിന് മുമ്പ്, ആ തളർവാദ രോഗിയെ സൗഖ്യപ്പെടുന്നതിന് മുമ്പ് ഈശോ ആ മകന്റെ പാപങ്ങൾ ക്ഷമിച്ചു. ആത്മാവിൽ ചെയ്തു പോയ പാപങ്ങൾ ക്ഷമിച്ചു കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് രോഗസൗഖ്യം ലഭിച്ചത്. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ഇത് തന്നെയാണ്. നമ്മുടെ ശരീരത്തിൽ രോഗങ്ങൾ നമ്മൾ വിട്ടുമാറാതെ ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ ചിന്തിക്കേണ്ടതും ആദ്യമേ ചെയ്യേണ്ടതുമായ കാര്യം ഇത് മാത്രമാണ്. നന്നായിട്ടൊരുങ്ങി ഒന്ന് ഉപസാരിക്കുക. ജസ്റ്റ് ഉദാഹരണം പറയാം. ഒരു സഹോദരൻ സ്വന്തം അളിയനോട് ഭയങ്കരമായിട്ട് വെറുപ്പും വിദ്വേഷം ഉണ്ടായിരുന്നു. സാധാരണ കുടുംബങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് കൊച്ചു കാര്യങ്ങൾ. അപ്പൊ ഇങ്ങനെ ഒരു വലിയായിട്ട് അങ്ങനെ വന്ന് ശരീരം തളർന്നു പോയി, ഒരു കൈ പൊക്കി പിടിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ ഈ ആന്തരിക സൗഖ്യത്തിന്റെ ക്ലാസ് നടന്നുകൊണ്ടിരുന്നപ്പോൾ ശരീരം ആത്മാവിലുള്ള പാപം അത് മനുഷ്യ ശരീരത്തെ തകർക്കുമെന്ന് പറഞ്ഞ് ഇതിന്റെ കാരണങ്ങൾ ഓരോന്നോരോന്ന് ഇപ്പൊ പറഞ്ഞുകൊണ്ട് ഇരിക്കുന്ന പോലെ പറഞ്ഞു കൊടുത്ത് ഇദ്ദേഹത്തെ നന്നായിട്ട് ഉപസാരിപ്പിച്ച് കഴിഞ്ഞ് അന്ന് കൂടെ ഉണ്ടായിരുന്ന ബ്രദർ പറഞ്ഞു, മകനെ ഈ അപ്പനെയും കൊണ്ട് ഈ അപ്പച്ചനെയും കൊണ്ട് ഈ അളിയന്റെ അടുത്തേക്ക് പോകണം. ഞാൻ ചോദിച്ചു, ചേട്ടാ അളിയനോടൊന്ന് പോയി രമ്യപ്പെട്ട് നമുക്കൊന്ന് സൗഖ്യം പ്രാപിക്കണ്ടേ? എന്തോ പരിശുദ്ധാത്മാവ് ഈ മകനോട് തോന്നിപ്പിച്ച രീതിയിൽ മകൻ പറഞ്ഞു, വേണം, അച്ഛൻ
പുള്ളിയെ ഒരു തരത്തിൽ പിടിച്ച് കാറിനകത്ത് കയറ്റി എങ്ങോട്ട് കൊണ്ടേ അളിയന്റെ വീട്ടിലേക്ക് പോയി. നിങ്ങൾ തിരിച്ചറിഞ്ഞു. ഈ അളിയന്റെ വീട്ടിൽ പോയി അളിയന്റെ മുറ്റത്തോട് കയറിയപ്പോൾ സംഭവിച്ചെന്താ? രണ്ടുപേരും ഗർഭോടെ ഇരിക്കുക എന്നാണ് വിചാരിച്ചത്. പക്ഷെ അതല്ലായിരുന്നു. ഈ മകനും ഈ ചേട്ടനും ഈ അളിയനും ഉള്ളിന്റെ ഉള്ളിൽ വേദനയോടെ കഴിഞ്ഞത്. തളർന്നു പോയി കൈയും വെച്ചോണ്ട് ഇങ്ങനെ നടന്നു നീങ്ങുന്ന ഈ മകനെ നോക്കി ഓടിച്ചെന്ന് ഈ അളിയൻ കെട്ടിപ്പിടിച്ചിട്ട് കുറെ നേരം ഇത് കരഞ്ഞു. എടാ, എനിക്കൊരു കുഴപ്പമല്ലടാ, അതിപ്പോ ഒരു തെറ്റിദ്ധാരണയാടാ എന്ന് പറഞ്ഞ് പരസ്പരം അങ്ങോട്ട്